ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇത് നമ്മൾ പറയണത് 10-82 അധ്യായമാണ്. അത് ഒരു ഗ്രഹണക്കുളിയുടെ കഥയാണ് പറയണത്. ഒരു ദിവസം സൂര്യഗ്രഹണം ഉണ്ടായി, വലിയൊരു സൂര്യഗ്രഹണം ഉണ്ടാവുകയെന്ന് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ മുന്നെക്കൂട്ടി അനൗൺസ് ചെയ്തു, ഞങ്ങളെല്ലാവരും ഇങ്ങനെ സെമന്തക പഞ്ചക തീർത്ഥത്തിൽ കുളിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ സെമന്തക പഞ്ചതീർത്ഥത്തിലാണ് ദ്വാരകയിലുള്ളവർ കുളിക്കാൻ പോണത് എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. ഉടനെ കേട്ടവരെ എല്ലാവരും ആ സമയത്ത് സെമന്തക പഞ്ചക തീർത്ഥകരയിലേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ വരണ സമയത്ത് ദ്വാരകയിലുള്ളവരെല്ലാവരും പോയ കൂട്ടത്തിൽ മധുരയിൽ നിന്നും ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഗോകുലത്തിൽ നിന്നുള്ള ആൾക്കാർ, വൃന്ദാവനത്തിലുള്ളവരൊക്കെ വന്നു, ഹസ്തിനപുരിയിലുള്ളവർ വന്നു, പിന്നെ ബാക്കിയുള്ള കുറേ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും വന്നു. എല്ലാവരും ഭഗവാനെ കാണാത്തവർ, കേരളത്തിൽ നിന്ന് പോലും ആൾക്കാർ പോയിണ്ടായിരുന്നു, രാജാക്കന്മാർ പോയിണ്ടായിരുന്നു എന്നാണ് പറയണത്. കാരണം ഭഗവാനെ കാണാമല്ലോ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഭഗവാനെ അവിടെ വരും, കുളിക്കാൻ അവിടെ വരും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ വരുമല്ലോ, അതുകൊണ്ട് കാണാമല്ലോ. വലിയ ഒരു സത്സംഘം എവിടെ? സെമന്തക പഞ്ചക തീർത്ഥക്കരയിൽ. ആ സെമന്തക പഞ്ചകത്തിന് നല്ലോണം ഇതുണ്ടല്ലോ, പരശുരാമൻ്റെ കാലത്ത് പരശുരാമൻ ഉണ്ടാക്കിയ തീർത്ഥാണ്. അതുകൊണ്ടാണ് അവിടേക്ക്, അത്രയും പുണ്യമായ സ്ഥലത്തേക്ക് എല്ലാവരും കൂടി ചേർന്ന് വലിയൊരു സത്സംഗമാണ് അവിടെ ഉണ്ടായത്. അവിടെ എന്തുണ്ടായി? അവിടെ ചെന്നപ്പോൾ ആൾക്കാർ പരസ്പരം പരിചയമുള്ളവർ അവരെ കണ്ടു. കുന്തിദേവി വസുദേവരെ കണ്ടിട്ട് ഒരു പൊട്ടിക്കരച്ചിലും പറച്ചിലുണ്ട്, ഏട്ടൻ എൻ്റെ കാര്യങ്ങൾ എന്താ അന്വേഷിക്കാത്ത എന്ന് ചോദിച്ചാൽ അനിയത്തി ഏട്ടനെ കണ്ടുള്ള ഒരു സന്തോഷം ഒരു ഭാഗത്ത് യശോദമ്മേനെ കണ്ടു. ആരെ? രോഹിണിയും ദേവകിയും കൂടിയിട്ട്. രോഹിണി 12 കൊല്ലം യശോദമ്മയുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. ദേവകിക്ക് അത്രയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ യശോദമ്മയും രോഹിണിയും ദേവകിയും കൂടിയിട്ട് ഒരു സത്സംഗം അവിടെ. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരുത്തർ പരസ്പരം കണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി. അങ്ങനെയുള്ള ഒരു നല്ല രസമായ ഒരു ഇതാണ്. ആ സമയത്ത് ഭഗവാൻ രാമനും കൃഷ്ണനും കൂടി യശോദമ്മയുടെ അടുത്തേക്ക് വന്നു. യശോദമ്മ രാമനെയും കൃഷ്ണനെയും മടിയിൽ വെച്ച് ആശ്ലേഷിച്ചു. യശോദമ്മ വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയോ? ഈ സെമന്തക പഞ്ചക തീർത്ഥക്കരയിലേക്ക് വരുമ്പോൾ യശോദമ്മ പണ്ട് ഈ കൊമ്പ്, കുഴൽ, പണ്ട് ഭഗവാൻ ഉപയോഗിച്ചിരുന്ന പശുവിനെ വിളിക്കണ കൊമ്പ്, കുഴൽ, ചൂരക്കോല്, എല്ലാ സാധനങ്ങളും ഏറ്റിട്ടാണ് വന്നിരിക്കണേ. ഇതൊക്കെ ഇപ്പോൾ ഭഗവാൻ മുത്തശ്ശൻ, അതിൻ്റെ മുത്തശ്ശനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മുതുമുത്തശ്ശനായിരിക്കുന്ന ഭഗവാന് കളിക്കാനുള്ള ഈ വക സാധനങ്ങളൊക്കെ ആയിട്ടാണ് യശോദമ്മ വന്നിരിക്കണേ. എന്നിട്ട് യശോദമ്മ അതൊക്കെ ഭഗവാന് കൊടുത്തു. ഇതൊക്കെ ഉണ്ണി അന്ന് അവിടെ വെച്ച് പോകുന്നതാണ്, കളിച്ചോളൂ. അതാണ് ഉണ്ണിക്കും അമ്മയ്ക്കും അന്നും ഇന്നും ഉണ്ണിയും അമ്മയും തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോഴാണ് ആരെ കണ്ടത്? അങ്ങനെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വസുദേവര്, പിന്നെ ഭീഷ്മര്, ദ്രോണര്, കൃപര്, ശല്യര്, അങ്ങനെയുള്ള കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ദുര്യോധനാദികൾ വന്നിട്ടുണ്ട്. അവരൊക്കെ പരസ്പരം സംസാരിച്ചും കണ്ടും, കൃഷ്ണനെ കണ്ടു കുറേ ആൾക്കാർ കൃഷ്ണനോട് കുശല പ്രശ്നങ്ങൾ. ആ സമയത്താണ് ആരെ കണ്ടത്? ഗോപസ്ത്രീകൾ വന്നിട്ടുണ്ട് അവിടെ. ആ ഗോപസ്ത്രീകൾ കൃഷ്ണനെ കണ്ടു. ആ ഗോപസ്ത്രീകൾ കൃഷ്ണനെ കണ്ടപ്പോൾ കൃഷ്ണൻ അവരെയും കണ്ടു. അങ്ങനെ ഗോപസ്ത്രീകളെ ഏകാന്തത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി കൃഷ്ണൻ അവരെ സമാധാനിപ്പിക്കുകയാണ്. അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ആകെ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, എവിടെ ചെന്ന് പെട്ടാലും
ഭഗവാനെ അങ്ങേ മറക്കാതിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേന്ന്. അവർ മറന്നിട്ടില്ല. ഉദ്ധവനോട് അതാ ചോദിച്ചത്, ഞങ്ങൾക്കൊന്നും മറക്കാനുള്ള വല്ല സൂത്രം പറഞ്ഞൊരു ഉദ്ധവാന്ന് ചോദിച്ചു. ആ ഗോപസ്ത്രീകളാണ് വീണ്ടും പറയണത്, ഞങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അനുഗ്രഹിക്കണം എന്നാണ് വീണ്ടും പറയണത്. അങ്ങനെ ഗോപസ്ത്രീകളും കൃഷ്ണനും കൂടി അവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കണം. അങ്ങനെ എല്ലാവരും കൂടി കൂട്ടി യശോദമ്മയും രോഹിണിയും എന്താ പറയുക ദേവകിയും കൂടി കണ്ട സമയത്ത് ദേവകിയുടെ ഒരു പറച്ചിലുണ്ട്, എനിക്ക് എത്രത്തോളം യശോദമ്മയോട് എത്രയാ തീർത്താ തീരാത്ത കടമാന്ന് അറിയില്ല. കാരണം ആ ഉണ്ണീനെ 12 കൊല്ലം നോക്കിയതാണ്. ആരേനെ? രാമനെയും കൃഷ്ണനെയും, 2 കുട്ടികളല്ലേ, ഒരു കുട്ടീനെയല്ല, 2 കുട്ടികളെയും നോക്കി നേരാവണ്ണാക്കി തന്നിരുന്നത് യശോദമ്മയല്ലേ എന്നുള്ള അത് എത്രയായാലും പറഞ്ഞതില്ല. യശോദമ്മയാണെങ്കിലോ അവിടെ ഇന്ന് തുടങ്ങി കൃഷ്ണനും രാമനും കാണിച്ച കുറുമ്പുകളുടെ ലഹളകൾ. അതൊക്കെ പറയുന്നുണ്ട് യശോദമ്മ വിസ്തരിച്ച്. ദേവകിയമ്മ ഇങ്ങനെ കാണുന്നു. രോഹിണിയമ്മയ്ക്ക് അതൊക്കെ മനസ്സിലാവണ്ട. കാരണം രോഹിണിയമ്മ കൂടെ ഉണ്ടായിരുന്നു, അപ്പോഴും ഉണ്ടായിരുന്നു കൂടെ, ഇപ്പോഴും രോഹിണിയമ്മ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവർ തമ്മിലുള്ള ഗംഭീര എന്താ പറയുക സംഭാഷണം. യശോദമ്മ പറയുന്നുണ്ട്, ഒരു ദിവസമില്ലേ ആ പശുവിൻ്റെ വാലിൻ്റെ മുകളിൽ പിടിച്ചിട്ടുള്ള ഓട്ടവും പിന്നെ ആ പശുവിൻ്റെ കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറിയ പോക്കും ഇതൊക്കെ ഞാനൊക്കെ ഇതെങ്ങനെയാ മറക്കുക എന്നാണ് യശോദമ്മ ചോദിക്കണത്. ഓരോ സമയത്ത് ഇവൻ കാണിച്ച ഓരോ കുറുമ്പുകൾ, അതിൻ്റെ ആ കുറുമ്പുകൾ ഇതൊക്കെ ദേവകിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് യശോദമ്മ ഇരുന്നിട്ട്. അതേമാതിരി തന്നെ നന്ദഗോപരും വസുദേവരും തമ്മിൽ കൂട്ടിമുട്ടി. ആ സമയത്തും അതെ, വസുദേവരും നന്ദഗോപരോടും അതന്നെയാണ് പറയണത്, 2 ഉണ്ണികളെ നോക്കി തന്നതിൻ്റെ എന്തൊക്കെയാ തരണ്ടേന്ന് ഞങ്ങൾക്ക് അറിയില്ല, എന്തൊക്കെ തന്നാലാണ് മതിയാവുക എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നന്ദഗോപർക്കൊന്നുമില്ല. നന്ദഗോപര് പറഞ്ഞത് ആ ഗോവർദ്ധനോദ്ധാരണവും പിന്നെന്താ പറയുക അരിഷ്ടനെ കൊന്നത്, ഇങ്ങനെയുള്ള ഓരോ ലീലകൾ മാത്രമേ അവർക്ക് അവിടെ പറയാനുണ്ടായിരുന്നുള്ളൂ. കേശീനെ കൊന്നത്, അരിഷ്ടനെ കൊന്നത്, ഗോവർദ്ധനം പൊക്കിപ്പിടിച്ചത്, ഗോവർദ്ധനയാഗം താൻ ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ വേണ്ട അങ്ങനെയല്ല എന്ന് ഇന്ദ്രയാഗം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ അങ്ങനെയല്ല ഗോവർദ്ധനയാഗം തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് ആർക്ക് പറയാനുള്ളത്? വസുദേവർക്ക് പറയാനുള്ളത്, വസുദേവരോട് നന്ദഗോപർക്ക് പറയാനുള്ളത്. അങ്ങനെ നന്ദഗോപരും വസുദേവരും കൂടി എന്ന് പറയണു. ഇവിടെ ആ എന്താ പറയുക പശുവിൻ്റെ യശോദമ്മയ്ക്ക് കുറച്ചും കൂടി കുട്ടിയാകുമ്പോഴത്തെ കാര്യങ്ങളാണ് കൂടുതൽ പറയാനുള്ളത്. വെച്ചാൽ കുറച്ച് വലുതായതിനു ശേഷം നന്ദഗോപരും കൂടെ പോവാനൊക്കെ തുടങ്ങിയിരുന്നു ഭഗവാൻ. ആ സമയത്തുള്ള കഥകളെ കാര്യങ്ങളൊക്കെ നന്ദഗോപർക്ക് കൂടുതൽ പറയാനുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആ വരുൺ ലോകത്തുനിന്ന് കൂട്ടിക്കൊള്ളുന്ന കഥയൊക്കെ വിസ്തരിച്ചിരുന്ന് പറയുന്നുണ്ട് നന്ദഗോപര്. ഒരു ദിവസം നേരത്തെ ഏകാശി നോറ്റ പിറ്റേ ദിവസം നേരത്തെ പോയി കുളിച്ചതാണ്. കുളിച്ചപ്പോൾ നേരം ഉണർന്നില്ല, ഗംഗ ഉണർന്നില്ല എന്നെല്ലാം പറഞ്ഞ് അവരെന്നെ പിടിച്ചുകൊണ്ടുപോയി. ആരെ? വരുണഭൃത്യന്മാർ. ആ സമയത്താണ് നന്ദഗോപരെ കാണാനില്ല പറഞ്ഞ് ബഹളം വെച്ച്. അപ്പോഴേക്കും ഭഗവാൻ ഓടി വന്നു. ഭഗവാൻ നേരെ വരുൺ ലോകത്ത് പോയി. അപ്പോൾ വരുണൻ്റെ ഒരു പൂജയും സൽക്കാരവും ഒക്കെയാണ് നന്ദഗോപർക്ക് പറയാനുള്ളത്. അങ്ങനെ ഓരോരോ വിശേഷങ്ങളുമായിട്ടാണ് അവരവിടെ ഇരിക്കണേ. ആ പശുവിൻ്റെ കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ 2 ആളും കൂടി തലയിട്ടു. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ശൃംഗി എന്നാണ് പേര് കേട്ടോ ആ പശുവിന്. ആ പശുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊമ്പ് ഇങ്ങനെ വളഞ്ഞിട്ട് 2 അറ്റം ഇങ്ങനെ മുട്ടിയിട്ടാണ് നിൽക്കണേ. ആ ശൃംഗി ഒരു ദിവസം അവിടെ ഇങ്ങനെ കിടന്ന് പുല്ലൊക്കെ തിന്ന് കുറച്ച് വെയിലൊക്കെ കൊണ്ടിങ്ങനെ കിടക്കുക. അപ്പോഴാണ് ഭഗവാൻ അങ്ങനെ കഷ്ടിച്ച് പിടിച്ച് നടക്കും, അത്രയ്ക്കൊക്കെ ആയിട്ടുള്ളൂ. അങ്ങനെ വന്നിട്ട് ഈ പശുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ തലോടിയൊക്കെ കൊടുത്ത് പശുവിന് നല്ല സന്തോഷമായി. പശു ഒന്നും മിണ്ടിയില്ല, അവിടെ തന്നെ കിടന്നു. അപ്പോൾ എന്ത് ചെയ്തു? വേഗം തല അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടു, കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഭഗവാൻ. എന്നിട്ട് അങ്ങടാ പൊത്തി പിടിച്ച് കയറാൻ തുടങ്ങിയപ്പോഴേക്കും രാമേട്ടൻ ഭഗവാന്റെ കാല് പിടിച്ചു. ഇപ്പം എന്താ ഈ പശുവിനെ ഈ കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ നല്ലതായിട്ട് കയറാൻ പറഞ്ഞു. രാമേട്ടൻ ആകെ പ്രശ്നമായി. പശു ഇവിടുന്ന് ചാടി എണ്ണീറ്റ് കുടഞ്ഞു നോക്കി, 2 പോകണമെന്നില്ല. അപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു? ആ കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറി പശുവിൻ്റെ മുതുകത്ത് കയറിയിരുന്നു. അപ്പോഴേക്കും രാമേട്ടനും പിന്നാലെ കയറി മുതുകത്ത് കയറിയിരുന്നു. അപ്പോഴാണ് പശു വാല് പൊക്കിയത്. തട്ടിക്കളയാൻ വേണ്ടിയിട്ട് ആ വാലും ഇങ്ങോട്ട് ഒരു പിടിച്ചു. ഇപ്പം എന്തായി? പിന്നെ വാലും കൂടി പിടിച്ചോടുകൂടി പശു ഒരു ഓട്ടം ഓടിയുണ്ട്.
പശുവിൻ്റെ പുറത്ത്. ഇങ്ങനെ രാമേട്ടൻ ഭഗവാനെ കൂട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. ഭഗവാനാണെങ്കിലോ പശുവിൻ്റെ വാല് മുറുക്ക പിടിച്ചിരിക്കുന്നുണ്ട്. അവസാനം എല്ലാവരും കൂടി യശോദമ്മ നോക്കുമ്പോൾ പെരടെ ചുറ്റോറം പശുവും ഇവരും കൂടി കിടന്ന് ഓടുകയാണ്. അവിടെ വന്ന് എല്ലാവരും കൂടി ബഹളം വെച്ച് ഒരു വിധം പശുവിനെയും ഒക്കെ പിടിച്ച് ഇവർ ഒന്ന് താഴത്തേക്ക് ഇറക്കി. വല്ലതും പറ്റിയോ എന്നാണ് എല്ലാവർക്കും പരിഭ്രമം. ആ കഥകളൊക്കെ ഇരുന്ന് വിസ്തരിച്ച് പറയുകയാണേ. ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ പശുവിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ടുള്ള ഭഗവാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, പശു അങ്ങോട്ട് ഓടുക. എങ്ങനെയുണ്ട്? അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ എല്ലാവരും ഗോപസ്ത്രീകൾ ഒരു ഭാഗത്തിരുന്ന് അവരുടെ കഥകൾ പറയണു. ഓരോരുത്തരും പരസ്പരം കണ്ടുമുട്ടി ഒരു വലിയ സൽസംഘമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എൻ്റെ ഉഗ്രസേന മഹാരാജാവ് എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ച് അവർ സുഖമായി അവിടെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.